എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഗോകു അവൻ ട്രാവൽ ചെയ്ത ആ ഒരു ഫ്ലൈറ്റ് തകർന്ന് വീണിരിക്കുകയാണ്. നേവിക്കാരാണെങ്കിൽ അത് കറക്റ്റായിട്ട് കണ്ടെത്തും. അവർക്ക് നഷ്ടമായിട്ടുള്ള ആ ഒരു പ്ലെയിനാണ് അതെന്ന്. ക്വാർട്ടേഴ്സിലുള്ള ആളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അതെ അത് നമ്മുടെ ഫ്ലൈറ്റ് ആണ്, അത് ഓടിച്ചത് ഒരു പയ്യനാണ്, അവന്റെ കയ്യിലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഡ്രാഗൺ ബോൾ ഉള്ളത്. എത്രയും വേഗം ആ പയ്യനെ തൂക്കിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരണം. അവന്റെ കയ്യിൽ നിന്ന് ആ ഡ്രാഗൺ ബോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഉടനെ സോൾജിയേഴ്സ് ആണെങ്കിൽ ആ പ്ലെയിനിന്റെ മുക്കിലും മൂലയിലും അന്വേഷിക്കും. ഗോകുവിനെയും ഡ്രാഗൺ ബോളിനെ ഒന്നും അവിടെ കാണാനില്ല. ആ കാര്യം ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കുകയാണ്. അതിനാൽ ദേഷ്യപ്പെട്ട് പറയും, എത്രയും വേഗം ടാങ്കറുകൾ എടുത്ത് അവൻ എവിടെയുള്ളതെന്ന് അന്വേഷിക്കുക. ആരോ അവനെ രക്ഷപ്പെടുത്തി. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാനായിട്ട് പാടില്ല. എനിക്ക് ആ ഡ്രാഗൺ ബോൾ അത് കിട്ടിയേ പറ്റൂ. അത് കേട്ട് സോൾജിയേഴ്സ് ആണെങ്കിൽ നാനാ ഭാഗത്തേക്ക് വാഹനങ്ങൾ അയക്കുകയാണ്. കട്ട് ആ പെൺകുട്ടിയെ കാണിക്കും. അവളാണെങ്കിൽ ഗോകുവിനെ വലിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ ഇപ്പോഴും ബോധം വീണിട്ടില്ല. അവിടെയാണെങ്കിൽ നല്ല ഫോഴ്സിൽ മഞ്ഞ് വീഴുന്നതുകൊണ്ട് തന്നെ അവർ വന്ന വഴി അത് ഏകദേശം അങ്ങനെ മഞ്ഞൊക്കെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഡോർ നോക്ക് ചെയ്യും. ഓപ്പോസിറ്റ് നിന്ന് ഡമ്മയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യും. നിന്നോട് ആരാ ഇപ്പൊ വെളിയിൽ പോകാനായിട്ട് പറഞ്ഞത്? നീ അത് കാണുന്നില്ലേ? ശക്തമായിട്ടുള്ള കാറ്റും മഞ്ഞുമാണ് പുറത്ത് വീണുകൊണ്ടിരിക്കുന്നത്. അതിനവളാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ ചൂണ്ടി കാണിച്ചു കൊടുക്കും. ഫ്ലൈറ്റ് തകർന്ന് ഇടയ്ക്ക് വീണ ഒരു പയ്യനാണ്, ഞാൻ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നു. അതിനമ്മയാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഇത് തലയിൽ വെക്കണേ? അതവിടെ കിടക്കട്ടെ, മര്യാദയ്ക്ക് നീ അകത്തേക്ക് കയറുക. അതിനാ പെൺകുട്ടി പറയും, അവന് ജീവനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത് കേട്ട് ആ അമ്മയാണെങ്കിൽ ഷോക്കാവുകയാണ്. അതേസമയം ഹെഡ് ക്വാർട്ടേഴ്സിൽ ആ ആളാണെങ്കിൽ ആകെ ടെൻസ്ഡായി ഇപ്പോൾ ഗോകുവിനെ കുറിച്ച് ചിന്തിക്കും. ആ പയ്യന് നല്ല പവറുണ്ട്, കൂടെയുള്ള സോൾജേഴ്സ് എല്ലാവരും യൂസ്ലെസ് ആണ്. അവരെല്ലാവരും ഡിസ്മിസ് ചെയ്ത് എന്തുകൊണ്ട് ആ പയ്യനെ കൂടെ ചേർത്തുകൂടാ? അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും ചിന്തിച്ച് ആളങ്ങനെ ഹായ് ആയിട്ട് കിടക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഗോകു അവനാണെങ്കിൽ പതിയെ നോർമലായി വരികയാണ്. പക്ഷെ അവൻ ഇപ്പോഴും ബോധം വീണിട്ടില്ല. ആ കുഞ്ഞിപ്പെണ്ണ് സ്നോ ആണെങ്കിൽ അവളുടെ മമ്മയോട് പറയും, ഇവനെ എനിക്ക് ഇവൻ കൊണ്ട് തന്നതാണ്. എനിക്ക് കളിക്കാനും ചിരിക്കാനും ഒരു കൂട്ടായിട്ട് ഒരു ആൺകുട്ടിയെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പൊ എനിക്ക് ഇവനെ കിട്ടി. അതിനവളുടെ അമ്മ പറയും, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, അവനൊരു പെറ്റൊന്നും അല്ല, ആദ്യം അവൻ ഉണരട്ടെ, ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അമ്മയാണെങ്കിൽ സൂപ്പ് ഉണ്ടാക്കി ഇപ്പൊ ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് അവനെ തട്ടി ഉണർത്തുകയാണ്. അവൻ പതിയെ കണ്ണു തുറക്കും. ഞാനിപ്പോ എവിടെയാ? എനിക്ക് എന്താ പറ്റിയേ? അതിനാ സ്നോപ്പെണ്ണ് പറയും, നീ ഇപ്പൊ എന്റെ വീട്ടിലാണ്. നീ സഞ്ചരിച്ച പ്ലെയിൻ അത് തകർന്ന് താഴെ വീണു. ബോധം കെട്ടുകടന്ന് നിന്നെ മഞ്ഞത്ത് നിന്ന് ഞാനാണ് രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഐസിൽ കിടന്ന് നീ മരിച്ചു പോയേനെ. അത് കേട്ട് ഗോകു ആണെങ്കിൽ അവരോട് താങ്ക്സ് പറയും. അമ്മയാണെങ്കിൽ ചൂട് സൂപ്പ് അവന് കുടിക്കാനായിട്ട് കൊടുക്കും. ഇത് കുടിച്ചാൽ നിന്റെ എല്ലാ ക്ഷീണവും മാറും. ഗോകു ആണെങ്കിൽ കിട്ടിയ ആക്രാന്തത്തിൽ അതങ്ങനെ വായിലേക്ക് ഒഴിക്കുകയാണ്. ഓ നോ, ഇത് ഭയങ്കര ചൂടാണ്. അതിനമ്മ പറയും, അത് ഊതി വേണം കുടിക്കാൻ. ഉടനെ ഗോകു ആണെങ്കിൽ ഊതി അത് കുടിക്കും. അവരാണെങ്കിൽ ഗോകുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അതിന് ഗോകു പറയും, എന്റെ പേര് ഗോകു എന്നാണ്. വർഷങ്ങളായിട്ട് ഞാനും എന്റെ ഗ്രാൻഡ് പേ ഒന്നിച്ചാണ് കാട്ടിൽ വളർന്നു വന്നത്. എന്റെ ഗ്രാൻഡ് പേ എനിക്ക് തന്ന ഒരു ഡ്രാഗൺ ബോൾ അതെന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അതെടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേൾക്കേണ്ട താമസം അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് അത് താഴേക്ക് വീഴും. അവരാണെങ്കിൽ ഷോക്കായിട്ട് ഇപ്പൊ ഗോകുവിനോട് ചോദിക്കും, സത്യം പറയും, നീ സോൾജിയർ ആണോ? അതിന് ഗോകു പറയും, അയ്യോ അല്ല, സോൾജിയേഴ്സിന് ഞാൻ കണ്ടിരുന്നു. അതിലൊരാളുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിരുന്നു. ഞാൻ നിങ്ങൾ കരുതും പോലെ സോൾജിയർ ഒന്നും അല്ല. കട്ട് ചെയ്ത ഇവിടെ ഒരു കണ്ടെയ്നറിലുള്ള ഒരു സോൾജിയർ ആണെങ്കിൽ ഗോകുവിനെ വലിച്ചുകൊണ്ടുപോയ ആ അടയാളം കാണും. ദൂരത്തായിട്ട് കാണുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ആ ഒരു അടയാളം അവൻ കണ്ടത്. അവനാണെങ്കിൽ ആ കാര്യം ബാക്കിയുള്ള സോൾജിയേഴ്സിനെ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് വന്ന് വയസ്സായ ഒരു വൃദ്ധനെയും വൃദ്ധയെയും അവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്ത് ഗോകുവിനെ കുറിച്ച് ചോദിക്കും. അവരാണെങ്കിൽ പേടിച്ച് വരച്ച് ആ സോൾജിയറിന്റെ കാല് പിടിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല, ആരും ഇവിടേക്ക് വന്നിട്ടില്ല. അവർക്കാണെങ്കിൽ ഗോകു ആ വീട്ടിലില്ലാന്ന് ബോധ്യപ്പെട്ട് അവരിപ്പോൾ അടുത്ത വീട് ലക്ഷ്യമാക്കി പോവും. അതേസമയം ഇവിടെ ഗോകു ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ ആ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഞാനും ആ സോൾജിയേഴ്സും എല്ലാവരും തിരയുന്ന ഡ്രാഗൺ ബോൾ. സത്യത്തിൽ ഇതെന്റെ ഗ്രാൻഡ് പേയുടേതല്ല, ഇത് മറ്റൊരു ഡ്രാഗൺ ബോൾ ആണ്. ഇതിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. എന്റെ ഗ്രാൻഡ് പേയുടെ ഇതിൽ 4 സ്റ്റാർസ് മാത്രമാണ് ഉള്ളത്. ഇതിന് ഭയങ്കര മൂല്യമാണ്. അതുകൊണ്ടാണ് അവരിത് തേടി നടക്കുന്നത്. ഇതുപോലുള്ള 7 ഡ്രാഗൺ ബോൾസ് ഈ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. ഇത് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഡ്രാഗൺ അത് പ്രത്യക്ഷമാവും. ആ ഡ്രാഗനോട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷ് ചോദിക്കാം. ആ വിഷ് നമുക്ക് സാധിച്ചു കിട്ടും. ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു തവണ ഒരു ബീസ്റ്റ് 7 ഡ്രാഗൺ ബോൾസും ഒരുമിച്ച് വെച്ച് ഡ്രാഗനെ അവിടേക്ക് കൊണ്ടുവന്നു. ഡ്രാഗൺ വരുന്നതിന് തൊട്ട് മുൻപ് മേഘങ്ങളെല്ലാം കറുത്തിരുണ്ട് ആകാശം മുഴുവനായിട്ടും ഇരുണ്ടുപോകും. അതിനുശേഷം
ഈ 7 ഡ്രാഗൺ ബോൾ ഒന്നിച്ച് വലിയൊരു പ്രകാശം അത് ക്രിയേറ്റ് ആയി ആ വലിയ ഡ്രാഗൺ താഴേക്ക് വരും. ഫോർച്ചുനേറ്റ്ലി ആ ബീസ്റ്റിന് അവന്റെ ആഗ്രഹം പറയാൻ കഴിഞ്ഞില്ല. മറിച്ച് എന്റെ ഫ്രണ്ട് പന്നിക്കുട്ടൻ അവനാണ് അവന്റെ വിഷ് പറഞ്ഞത്. അവൻ ആഗ്രഹിച്ച വിഷ് മറ്റൊന്നുമല്ല, ലോകത്തിൽ വെച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയ അണ്ടർവെയർ അതവന് വേണമെന്നാണ്. അടുത്ത നിമിഷം തന്നെ അതവന് കിട്ടി. അത് കേട്ട് നമ്മുടെ അമ്മയും ആ പെണ്ണും അവർ രണ്ടുപേരും വണ്ടറടിക്കുകയാണ്. ഓ നോ, ഇത്രയും വൃത്തിയായിട്ട ഒരു വിഷാണോ അവൻ ചോദിച്ചേ. ഗോക്കു പറയും രണ്ടാമത്തെ ഒരു ഡ്രാഗൺ ബോൾ അതിവിടെ എവിടെയോ ഉണ്ട്. അതന്വേഷിച്ചാണ് ഞാനും ആ സോൾജിയേഴ്സ് ഇവിടേക്ക് വന്നത്. അതിന് അമ്മ പറയും ഞങ്ങളുടെ വീട്ടിലുള്ളവരെ സോൾജിയേഴ്സ് ബലമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ആ ഡ്രാഗൺ ബോൾ അത് അന്വേഷിക്കുകയാണ്. നിന്റെ കയ്യിലുള്ളത് നിനക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് അവർക്ക് കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവന്റെ ആ ഡ്രാഗൺ ബോൾ അവന്റെ സഞ്ചിയിൽ വെക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രാമത്തെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ആ സോൾജിയേഴ്സിനെ എല്ലാവരെയും ഞാൻ തല്ലി ഓടിക്കും. അത് കേട്ട് അമ്മയും സ്നോ പെണ്ണും അവർ രണ്ടുപേരും ഞെട്ടും. അടുത്ത നിമിഷം അവർക്ക് ഡബിൾ ഷോക്ക് കൊടുത്തുകൊണ്ട് ഒരു നേവി വണ്ടി അത് അവരുടെ വീടിന് മുൻപിലേക്ക് വന്ന് ഒരു സോൾജിയർ വീട് ലക്ഷ്യമാക്കി അങ്ങനെ കടന്നു വരികയാണ്. ആ അമ്മയാണെങ്കിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. ഓ നോ, അത് സോൾജിയേഴ്സ് ആണ്, നീ എത്രയും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. അതിന് ഗോക്കു ആണെങ്കിൽ ടോയ്ലറ്റിൽ കയറി ഒളിച്ചിരിക്കും. അടുത്ത നിമിഷം സോൾജിയേഴ്സ് ആണെങ്കിൽ ഡോർ തല്ലി തുറന്ന് അകത്തേക്ക് വരികയാണ്. ഞങ്ങൾ അന്വേഷിക്കുന്നത് ഒരു കുട്ടിയെയാണ്, നിങ്ങൾ അത്തരത്തിൽ ആരെങ്കിലും ഇവിടെ കണ്ടോ? ആ അമ്മ പറയും ഇവിടേക്ക് ആരും വന്നിട്ടില്ല, ഞാനും എന്റെ മകളും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഉടനെ അവരാണെങ്കിൽ വീടിന്റെ മുക്കിലും മൂലയിലും അരിച്ചു പെറുക്കുകയാണ്. അപ്പോഴായിരിക്കും ടോയ്ലറ്റിൽ നിന്ന് ഫ്ലഷിന്റെ സൗണ്ട് കേൾക്കുക. അത് കേൾക്കേണ്ട താമസം ആ രണ്ട് സോൾജിയേഴ്സും വീട്ടിലേക്ക് നിർത്താതെ ദൂരെ ഷൂട്ട് ചെയ്യാണ്. അമ്മയും മകളും ആണെങ്കിൽ പേടിച്ച് ഒരു ഭാഗത്തേക്ക് അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം നമ്മുടെ ഗോക്കു ആ കാര്യമൊക്കെ സാധിച്ച് ക്യാഷ്ലായിട്ട് പുറത്തേക്ക് വരും. ഗോക്കു ആണെങ്കിൽ ആ അമ്മയോട് ചോദിക്കും ഇതാരാണ്, ഇതാണോ നിങ്ങളുടെ ഹസ്ബൻഡ്? അതിനമ്മ പറയും അയ്യോ അല്ല അല്ല, ഇതാണ് സോൾജിയേഴ്സ്. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് അവർ രണ്ടുപേരെയും ആറഞ്ചം പുറച്ച് ആഞ്ഞെട്ടിക്കുകയാണ്. അതിൽ കിളി പോയി അവര് താഴേക്ക് ആട്ടിച്ചു വീഴും. അമ്മയാണെങ്കിൽ ഒരുപാട് വിഷമത്തോടു കൂടെ പറയും ഞങ്ങളുടെ ഗ്രാമമുഖ്യന ഇവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അദ്ദേഹത്തെ എത്രയും വേഗം ഞാനിവിടേക്ക് കൊണ്ടുവരും, കൊണ്ട് അതിന് കഴിയുമെന്ന് പറഞ്ഞ് ഉഷാറായിട്ട് പുറത്തേക്ക് ഓടും. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അല്പസമയം കഴിയുമ്പോൾ ഗോക്കു ആണെങ്കിൽ ആകെ ചത്ത കോഴിയെ പോലെ തിരികെ വന്ന് നിൽക്കുകയാണ്. നോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, പുറത്ത് ഭയങ്കര തണുപ്പാണ്, എനിക്കതിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. അതിന് ആ അമ്മയാണെങ്കിൽ അവനൊരു ടവൽ കൊടുക്കും, പിന്നീട് കുടിക്കാൻ ഒക്കെ കൊടുക്കുകയാണ്. ഗോക്കു, നീ ആക്ച്വലി എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല, അതെല്ലാം തന്നെ വലിയ അപകടത്തിലായിരിക്കും ചെന്ന് ഭവിക്കുക. ഞങ്ങളുടെ ക്യാപ്റ്റനെ അവരെല്ലാവരും ചേർന്ന് വലിയൊരു ബിൽഡിങ്ങിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, അവിടെ പോയി അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ ഗോക്കു ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും എന്നെ കൊണ്ടത് പറ്റും. അങ്ങനെ അമ്മയാണെങ്കിൽ അവനിടാനായിട്ട് പുതിയ തൊപ്പിയും ഉടുപ്പൊക്കെ കൊടുത്ത് ഗോക്കുവിനെ റെഡിയാക്കും. ഗോക്കു ആണെങ്കിൽ കുറച്ച് ഐസൊക്കെ വാരിയെടുത്ത് അതെന്താണെന്ന് ചോദിക്കും. അതിന് സ്നോ പറയും അത് സ്നോ ആണ്, അതിന് ഭയങ്കര തണുപ്പാണ്, അതിൽ നിന്ന് രക്ഷ നേടാനാണ് ഇത്തരത്തിൽ വലിയ കട്ടി കൂടിയ ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുക. ഗോക്കു ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പോ ആ സോൾജിയേഴ്സിനടുത്തേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ ദിവസങ്ങളായിട്ട് ആ ഡ്രാഗൺ ബോളിന് വേണ്ടി അവിടെ മുഴുവൻ കുഴിക്കുകയാണ്. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിൽ ഗോക്കു അവൻ അവിടേക്ക് ഓടി വരുന്നത് അവർ കാണുക. നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിന് ഗോക്കു ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി വന്ന് എല്ലാവരെയും ചവിട്ടി തെറിപ്പിക്കും. ആ ഒരു സീനിയർ ഓഫീസർ ആണെങ്കിൽ ആ സോൾജിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. കമോൺ കമോൺ, അവന് വെറുതെ വിടാൻ പാടില്ല, അവനെ അറ്റാക്ക് ചെയ്ത് അവന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ അത് തിരികെ എടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഗോക്കു ആണെങ്കിൽ അവന്റെ സ്റ്റിക്ക് അതങ്ങനെ വലുതാക്കി ഇപ്പൊ ആ വലിയ ബിൽഡിങ്ങിലേക്ക് ചാടി കയറുകയാണ്. ഗോക്കുവിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഗ്രാമമുഖ്യനെയും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കുക എന്നതാണ്. അപ്പൊ അതേസമയം ബിൽഡിങ്ങിന്റെ അകത്ത് നിന്ന് ആ സീനിയർ ഓഫീസർ ആൾ ടെററായി ഗോക്കുവിനെ തന്നെ നോക്കും. നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, നീ സ്വമേധയാ സിംഹമടയിലേക്ക് കടന്നു വരികയാണെന്ന് പറഞ്ഞ് ടെററായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.